2 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് ശേഷം മടങ്ങും. BJP പ്രവർത്തകരുടെ യോഗത്തിലും നരേന്ദ്രമോദി പങ്കെടുക്കും. അല്പം മുൻപ് 4000 കോടിയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പുതിയ അറ്റകുറ്റപ്പണി കേന്ദ്രം ഉൾപ്പെടെയാണ് 4000 കോടിയുടെ വികസന പദ്ധതികൾ ഉൾപ്പെടുന്നത്. അത് രാജ്യത്തിന്റെ വികസനത്തിന് വലിയൊരു നാഴികക്കല്ലാകുമെന്ന് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട് വിവരങ്ങളുമായി. ശ്യാം പ്രസാദ്, ഈ 4000 കോടിയുടെ വികസന പദ്ധതികളെല്ലാം പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. ഇനി അടുത്ത പരിപാടി എന്താണ് പ്രധാനമന്ത്രിയുടെ? എപ്പോഴാണ് മടക്കം? പ്രധാനപ്പെട്ട 3 പദ്ധതികളാണ്, അതായത് 4006 കോടി രൂപയുടെ പ്രധാനപ്പെട്ട 3 പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമാണ് ഇനി BJP ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗം മറൈൻ ഡ്രൈവിൽ ചേരുന്നത്. ആ പൊതുസമ്മേളനത്തിൽ നരേന്ദ്രമോദി പ്രസംഗിക്കും. അതിനുശേഷം പിന്നീട് വൈകിട്ടോടുകൂടിയാണ് തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുക. പ്രധാനമായിട്ടും ഏറ്റവും ഉറ്റുനോക്കുന്നത് ഈ പൊതുസമ്മേളനത്തിൽ നരേന്ദ്രമോദി എന്തായിരിക്കും സംസാരിക്കുക. ഈ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ശക്തി കേന്ദ്ര യോഗത്തിൽ പ്രധാനമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത് പ്രധാനമന്ത്രി അതിൽ സംവദിക്കുന്നത്. ഇവരുമായിട്ട് ഇൻചാർജുമാരുമായിട്ടാണ് ഈ പ്രധാനമന്ത്രി ഈ യോഗത്തിൽ സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമന്ത്രി അവിടെ പങ്കുവെക്കുക എന്നത് ആകാംക്ഷപൂർവ്വം തന്നെ കാത്തിരിക്കുകയാണ്. 7000-ഓളം വരുന്ന പ്രവർത്തകരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക. അതിനുശേഷം വൈകിട്ടോടുകൂടിയാണ് പ്രധാനമന്ത്രി ഇന്ന് ഡൽഹിയിലേക്ക് മടങ്ങുക. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്.